السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബ് തൗഹീദ്, അതിൻ്റെ ഷറഹിൽ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദുല്ലാ എഴുതിയ ഇആനത്തുൽ മുസ്തഫീദിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള പഠനമാണ് ദർസ് 7. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആയത്ത് ഖുൽ തആലൂ അത്ലു മാ ഹറമ അലൈക്കും ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. ഖുൽ നബിയെ തങ്ങൾ പറയുക, തആലൂ നിങ്ങൾ വരൂ, അത്ലു ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാം, മാ ഹറമ റബ്ബുക്കും അലൈക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്ന്. അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ, അവരിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത്, അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യരുത് എന്ന്. അതോടൊപ്പം നിർബന്ധമാക്കിയ ചില കാര്യങ്ങളും ഉൾപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഇനി അടുത്ത് പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും അതിൻ്റെ ഷറഹാണ് ഇനി പറയുന്നത്. ഷറഹിൽ പറയുന്നു വബിൽ വാലിദൈനി ഇഹ്സാന ഐ വസ്വാകും അൻ തുഹ്സിനു ബിൽ വാലിദൈനി ഇഹ്സാന. വസ്വാക്കും, അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു അൻ തുഹ്സിനു നിങ്ങൾ നന്മ ഗുണം ചെയ്യണമെന്ന്, ബിൽ വാലിദൈനി മാതാപിതാക്കളോട് ഇഹ്സാന നന്മ ചെയ്യല്ലേ, ഗുണം ചെയ്യല്ലേ. ഫകലിമത്ത് ഇഹ്സാന എന്ന പദം മൻസൂബുൻ നസ്ബാക്കപ്പെട്ടതാണ് അലാ ഫിഇൽ മഹ്ദൂഫിൻ, കളയപ്പെട്ട ഫിഇലിന്റെ പേര്. തഖ്ദീറുഹു അതിനെ സങ്കല്പിക്കൽ ഇങ്ങനെയാണ്, വഅഹ്സിനു ബിൽ വാലിദൈനി ഇഹ്സാന, വഅഹ്സിനു നിങ്ങൾ ഗുണം ചെയ്യും, ബിൽ വാലിദൈനി മാതാപിതാക്കളോട് ഇഹ്സാന ഒരു ഗുണം ചെയ്യൽ എന്ന്. വഹദാ കമാ ദക്കർനാ ഫിൽ ഖാഇദത്തിൽ മുതഖററ അൻ അല്ലാഹ് സുബ്ഹാനഹു വതആല യബ്ദഉ ബിഹഖ്ഖിഹി അവ്വലൻ ثم يثني بحق الوالدين دائما وابدا إذا أمر بتوحيده أمر أيضا ببر الوالدين هذا في كثير من الآيات. അപ്പോൾ അധിക ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനോടുള്ള ഇബാദത്ത് പറയുന്നിടത്തൊക്കെ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ തുടർത്തിക്കൊണ്ട് രണ്ടാമതായിക്കൊണ്ട് മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ഫഹാദാ ഫീഹിൽ അംറു ബിൽ ഇഹ്സാനി ഇലൽ വാലിദൈനി ബിൽ ബിർരി വസ്വിലതി വൽ ഇക്റാമി വത്തൗഖീരി അഹ്യാഅൻ വഅംവാത. അപ്പോൾ ഇതിൽ എന്തുണ്ട്, ഇതിലുണ്ട് വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറയുന്നുണ്ട്. അൽ അംറു കൽപ്പന, ബിൽ ഇഹ്സാനി ഗുണം ചെയ്യൽ കൊണ്ട് ഉള്ള കൽപ്പന, ഇൽ വാലിദൈനി മാതാപിതാക്കൾക്ക്, ബിൽ ബിർരി ഗുണം ചെയ്യൽ കൊണ്ട്, വസ്വില കുടുംബ ബന്ധം ചേർക്കൽ കൊണ്ട്, അവരുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ, വൽ ഇക്റാമി ആദരിക്കൽ കൊണ്ട്, വത്തൗഖീരി ബഹുമാനിക്കൽ ആദരിക്കൽ, അഹ്യാഅൻ വഅംവാത ജീവിച്ചിരിക്കുമ്പോഴും മരിച്ച ശേഷം. അമ്മ ബിർറുഹും ഫിൽ ഹയാത്തി, അപ്പോൾ ജീവിതത്തിൽ അവർക്കുള്ള ഗുണം ചെയ്യൽ എന്ന് പറഞ്ഞാൽ ഫബിൽ ഇഹ്സാനി ഇലൈഹിമാ ബിൽ കലാമിൽ ലയ്യിനി വത്തവാദുഇ വന്നഫഖതി വൽ ഖിയാമി ബിഖിദ്മതിഹിമാ വൽതിമാസി റിളാഹുമാ ഫീ ഗൈരി മഅസിയത്തില്ലാഹി സുബ്ഹാനഹു വതആല. അപ്പോൾ ജീവിതകാലത്ത് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരോടുള്ള ഗുണം ചെയ്യൽ എങ്ങനെയൊക്കെയാണ്, ബിൽ കലാമി ലയ്യിനി മൃദുവായ വാക്ക് അവരോട് സംസാരിക്കുക, പരുക്കൻ സംസാരമല്ലാതെ. അതാണ് വലാ തഖുൽ ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞത്, അവരോട് ഛ എന്ന വാക്ക് പോലും പറയരുത്. വത്തവാദു വിനയത്തോടെ സംസാരിക്കുക, വന്നഫഖതി ചെലവ് ചെയ്യുക, അവർക്ക് ആവശ്യമായ ചെലവുകൾ നിർവഹിക്കുക, സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക, വൽ ഖിയാമി ബിഖിദ്മതിഹിമ അവർ രണ്ടുപേർക്കും സേവനങ്ങൾ അർപ്പിക്കുക, വൽതിമാസി റിളാഹുമ അവരുടെ രണ്ടുപേരുടെയും തൃപ്തി തേടുക, ഫീ ഗൈരി മഅസിയതിഹി സുബ്ഹാനഹു വതആല അള്ളാഹു സുബ്ഹാനഹു വതആല ധിക്കരിക്കാത്ത പ്രവർത്തികളിൽ. അപ്പോൾ ഉമ്മേ വാപ്പേ മമ്പറത്തേക്ക് നേർച്ചയാക്കി, അല്ലെങ്കിൽ മമ്പറത്തേക്ക് ഇപ്പോൾ മകന് കുട്ടിയുണ്ടായി, ആ കുട്ടീനെ ആദ്യമായിട്ട് മമ്പറത്തേക്ക് കൊണ്ടുപോയിട്ട് എന്ത് മൂടണം, ജാറ മൂടണം എന്ന് നേർച്ചയാക്കി, അല്ലെങ്കിൽ ഭീമാ പള്ളിയിൽ തവാഫ് ചെയ്യാൻ നേർച്ചയാക്കി. അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തിയാണ്. അവിടെ മാതാപിതാക്കൾ അനുസരിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ഇനിയിപ്പം എൻ്റെ അമ്മ പറഞ്ഞല്ലേ ഞാനിപ്പോൾ ചെയ്യാം, വിശ്വാസം അല്ലെങ്കിലും ഉമ്മാൻ്റെ തൃപ്തിയല്ല എൻ്റെ തൃപ്തി എന്ന് അത് ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിന് എതിരാകുന്ന കാര്യങ്ങളിൽ മാതാപിതാക്കളെ അനുസരിക്കാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹുവിന് എതിരാകാത്ത
അള്ളാഹു ധിക്കരിക്കാത്ത പ്രവർത്തികളിൽ അവരുടെ റിള തൃപ്തി തേടുക എന്നതാണ്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരുമോ വാർദ്ധക്യമായിട്ട് എൻ്റെ അടുത്ത് എത്തിയാൽ അവരൊരു ചേർന്ന വാക്ക് പോലും പറയരുത് എന്ന് പറഞ്ഞു. അവരോട് കയർക്കരുത്. വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് മാന്യമായ സംസാരം സംസാരിക്കുക. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ താഴ്മയുടെ ചിറകുകൾ അവർക്ക് നീ താഴ്ത്തി കൊടുക്കുക. വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. വഖുൽ റബ്ബി എന്നാണ് ചേർത്ത് പറയുമ്പോൾ ഇദാം ലാമ് റായിൽ ഇദാം ചെയ്തത്. വഖുർ റബ്ബി, വഖുൽ നീ പറയുക. റബ്ബി റഹംഹുമാ, റബ്ബേ അവർക്ക് രണ്ടുപേർക്കും നീ റഹ്മത്ത് ചെയ്യണേ, കരുണ ചെയ്യണേ. കമാ റബ്ബയാനി സ്വഗീറ, അവർ ചെറുപ്പത്തിൽ എനിക്ക് എന്നെ പോറ്റി വളർത്തിയതുപോലെ എന്ന്. ഫഫീ ഹാലി ഹയാത്തിഹിമാ യബറു ബിഹിമാ ബി അൻവാഇൽ ബിരി, അപ്പോൾ അവരുടെ ജീവിതകാലത്ത് പലതരം നന്മകൾ കൊണ്ട് അവർക്ക് നന്മ ചെയ്യണം. വലാ യസിയു ഇലൈഹിമ അയ്യ ഇസാഅത്തിൻ, വലാ യുസിയു ഇലൈഹിമ അയ്യ ഇസാഅത്തിൻ, ഒരു തരം തിന്മയും അവർക്ക്, ഒരു തരം ചീത്തയും അവർക്കെതിരെ ചെയ്യരുത്. ലിഅന്നൽ ഇഹ്സാന ഇലൈഹിമ ബിർറുൻ, കാരണം അവർക്ക് ഗുണം ചെയ്യാന്നുള്ളത്, നന്മ ചെയ്യാന്നുള്ളത് ബിർറാണ്, നന്മയാണ്. വൽ ഇസാഅത്തു ഇലൈഹിമ ഉഖൂഖുൻ, അവർക്ക് തിന്മ ചെയ്യുക എന്നത് അവരെ നിന്ദിക്കലാണ്. ഉഖൂഖുൽ വാലിദൈൻ പെടും. ബിർറുൽ വാലിദൈന്റെ ഓപ്പോസിറ്റാണ് ഉഖൂഖുൽ വാലിദൈൻ. വൽ ഉഖൂഖു മിൻ അക്ബറിൽ കബായിരി ബഅദ ശിർക്ക് ബില്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു തആലയിൽ ഷിർക്ക് വെക്കലിന് ശേഷം വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ നിന്ദിക്കുക, അനാദരിക്കുക എന്നത്. ഫഫിൽ അംരി ബിൽ ഇഹ്സാനി ഇലൈഹിമാ നഹിയുൻ അനിൽ ഇസാഅത്തി ഇലൈഹിമാ, അപ്പോൾ അവരോട് നന്മ ചെയ്യണം, ഗുണം ചെയ്യണം എന്ന് പറഞ്ഞതിൽ അവർക്ക് എതിരെ തിന്മ ചെയ്യാൻ പാടില്ല എന്ന്, തിന്മ ചെയ്യുന്നതിനുള്ള നിരോധനം ഉണ്ട്. വഖദ് ജാഅ ഫിൽ ഹദീസ്, ഹദീസിൽ വന്നിട്ടുണ്ട്, നിശ്ചയം ഹദീസിൽ വന്നിട്ടുണ്ട്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദൽ മിംബർ ഫഖാൽ ആമീൻ ആമീൻ ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിംബറിൽ കയറിയിട്ട് ആമീൻ 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 എന്ന് പറഞ്ഞു. ثم قال لي അസ്ഹാബി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം ആറദ ലഹു ഫഖാൽ ലഹു, നിശ്ചയം ജിബ്രീൽ അലൈഹിസ്സലാം നബി അവരുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് നബിയോട് പറഞ്ഞു, മിമ്പറിൽ നബി ഇരിക്കുമ്പോൾ, യാ മുഹമ്മദ് മൻ അദ്റക ശഹ്റ റമളാന വലം യുഗ്ഫർ ലഹു ഫമാത ഫദഖല النار ഖുൽ ആമീൻ ഖുൽതു ആമീൻ. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അദ്റക ശഹ്റ റമളാൻ, ആരത്തിന് റമളാൻ മാസം എത്തിച്ചുവോ, ഫലം യുഗ്ഫർ ലഹു, എന്നിട്ട് അവന് പൊറുക്കപ്പെട്ടില്ല, ഫമാത, അങ്ങനെ അവൻ മരിച്ചു, ഫദഖല النار, അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അതായത് റമളാൻ മാസം എത്തിച്ചിട്ടും പൊറുക്കപ്പെടാതെ, ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അവസരം ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താതെ പൊറുക്കപ്പെടാതെ മരിച്ചവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. എന്നിട്ട് അതോടൊപ്പം പറഞ്ഞു, കുൽ ആമീൻ, നബിയെ തങ്ങൾ ആമീൻ എന്ന് പറയണം. കുൽത്തു, ഞാൻ പറഞ്ഞു ആമീൻ, ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. പാല വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ് മൻ അദ്റക അബവൈഹി ഔ അഹദുഹുമാ വലം യുദ്ഖിലഹു അൽ ജന്നത ഫമാത ഫദഖല النار ഖുൽ ആമീൻ ഫഖുൽതു ആമീൻ. ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അദ്റക അബവൈഹി, ആരെടുത്തിന് അവന്റെ രണ്ട് മാതാപിതാക്കളെയും എത്തിച്ചുവോ, അല്ലാഹു സുബ്ഹാനഹു വ തആല, ഔ അഹദുഹുമാ, അല്ലെങ്കിൽ രണ്ടിൽ ഒരാളെ, വലം യുദ്ഖിലഹു അൽ ജന്നത, അവർ രണ്ടുപേരും അവന് സ്വർഗ പ്രവേശനത്തിന് കാരണമായില്ല എങ്കിൽ എന്താണ്, ഫമാത, അങ്ങനെ എന്നിട്ട് അവൻ മരിക്കുകയും ചെയ്തു, ഫദഖല النار, അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ. കുൽ, നബിയെ പറയുക ആമീൻ, ആമീൻ എന്ന് പറയാം. കൊഴുത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു ആമീൻ, ആമീൻ എന്ന് പറഞ്ഞു. കാല ജിബ്രീൽ അലൈഹിസ്സലാം മൂന്നാമത് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ദുകിർത ഇൻദഹു ഫലം യുസല്ലി അലൈക ഫമാത ഫദഖല النار, താങ്കളുടെ പേര് ഒരാളുടെ അടുത്ത് പരാമർശിക്കപ്പെട്ടു, എന്നിട്ട് അവൻ സ്വലാത്ത് ചൊല്ലിയില്ല, അങ്ങനെ അവൻ മരിച്ചുപോയി, അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ. കുൽ ആമീൻ, നബിയെ ആമീൻ എന്ന് പറയാ. ഫഖുൽതു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. അഷ്ഷാഹിദു മിൻ ഹാദാ അന്ന മൻ അദ്റക അബവൈഹി അഹദുഹുമാ ഫലം യബറഹുമാ ഫമാത ദഖല النار ബിസബബി العقوق ദആ അലൈഹി ജിബ്രീൽ ബിദുഖൂലിഹി النار വഅമ്മന അലാ ദാലിക മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലാവുന്നത്, മാതാപിതാക്കൾ രണ്ടാളുണ്ടായിട്ട് അല്ലെങ്കിൽ രണ്ടിൽ ഒരാളുണ്ടായിട്ട് അവരെ ശുശ്രൂഷിച്ച്
സ്വർഗപ്രവേശനം സാധ്യമാക്കാൻ അവസരമുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതെ അവരെ നിന്ദിച്ചു, അവരെ അനാദരിച്ചു. അക്കാരണം കൊണ്ട് അങ്ങനെയുള്ള ആൾ മരിച്ചുപോയിട്ട് നരകത്തിൽ പ്രവേശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അതിന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പറഞ്ഞ ഗുണം ചെയ്യുക എന്നത് അവരുടെ ജീവിതകാലത്തുള്ള ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. മരണത്തിന് ശേഷം മാതാപിതാക്കളോട് ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം സംബന്ധിച്ചു ചോദിക്കപ്പെട്ടു. ഒരാൾ നബിയോട് ചോദിച്ചു. അപ്പോ നബി എന്താ പറഞ്ഞത്? ആൾ ചോദിച്ചത് എങ്ങനെയാണ്? യാ റസൂലല്ലാഹ് മാ ബഖിയ മിൻ ബിർരി വാലിദയ്യ ബഅദ മൗതിഹിമാ, എൻ്റെ മാതാപിതാക്കൾ മരിച്ച ശേഷം എന്താണ് ഞാൻ അവർക്ക് ഗുണം ചെയ്യാൻ ബാക്കിയാക്കി ഉള്ളത്? എനിക്ക് എന്ത് ആണ് ഇനി അവർക്ക് ഗുണം ചെയ്യാൻ പറ്റുക? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുസല്ലി അലൈഹിമാ മഅ സ്വലാത്തിക്, നീ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ യാ റബ്ബൽ ആലമീൻ. യാനി തദ്ഉ ലഹും ഇദാ ദഅൗത ലിനഫ്സിക്, അതായത് നീ നിന്റെ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. വ ഇൻഫാദു അഹദിഹിമാ, മാതാപിതാക്കളുടെ രണ്ടുപേരുടെയും കരാറുകൾ നീ പൂർത്തീകരിക്കുക. യാനി അൽ വസിയ്യത്തു അല്ലത്തി ഔസയ ബിഹാ, മാതാപിതാക്കൾ നിനക്ക് തന്ന വസിയ്യത്ത് അത് പാലിക്കുക. വസിലത്തുർ റഹ്മില്ലത്തി ലാ തുസലു ഇല്ലാ ബിഹിമാ, അവർ മുഖേനയല്ലാതെ ബന്ധം ചേർക്കപ്പെടാത്ത ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. ഇക്റാമു സ്വദീഖിഹിമ, അവരുടെ കൂട്ടുകാരെ ആദരിക്കുക. ഇദാ കാന ലി വാലിദിക സ്വദീഖുൻ ഔ ലി ഉമ്മിക സ്വദീഖത്തുൻ ഫഅക്രിം ഹാദ സ്വദീഖ്, നിന്റെ ഉപ്പക്ക് ഒരു കൂട്ടുകാരനുണ്ട് അല്ലെങ്കിൽ ഉമ്മക്ക് ഒരു കൂട്ടുകാരിയുണ്ട് എങ്കിൽ ആ സ്വദീഖിനെ, ആ കൂട്ടുകാരിയെ നീ ആദരിക്കണം. ലി അന്ന ഇക്റാമ സ്വദീഖി വാലിദിക ഔ സ്വദീഖത്തി വാലിദതിക ഇക്റാമുൻ ലിവാലിദൈക്, കാരണം നിന്റെ ഉപ്പാന്റെ കൂട്ടുകാരനെ ആദരിക്കൽ, നിന്റെ ഉമ്മയുടെ കൂട്ടുകാരിയെ ആദരിക്കൽ നിന്റെ മാതാപിതാക്കളെ ആദരിക്കലാണ്. ഹാദാ മാ യബ്ഖാ മിനൽ ബിർരി ബഅദ വഫാത്തിൽ വാലിദൈൻ, മാതാപിതാക്കൾ വഫാത്തായ ശേഷം അവർക്കുള്ള ഗുണത്തിൽപ്പെട്ട അവശേഷിക്കുന്നതാണിത്. അദ്ദുആ, പിന്നെ വേറെന്താണ്? ദുആ, പ്രാർത്ഥന. വതൻഫീദു വസായാഹുമാ വസിലത്തുർ റഹ്മിൽ മുർത്തബതതു بهما من الأعمام والعمات والأخوال والخالات وصائر القرابة والإخوة والأخوات وأبناء الأخوة وأبناء الأخوات إلى آخره. كل من تربطك به قرابة من جهة أبيك أو من جهة أمك فهو من ذوي الأرحام فإذا وصلته فقد بررت بوالديك. എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്ന്, ദുആ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാത്തപ്പോഴും പ്രാർത്ഥിക്കുക. അതേപോലെ അവരുടെ വസിയത്തുകൾ പൂർത്തീകരിക്കുക. അവരുമായി ബന്ധപ്പെട്ട കുടുംബ ബന്ധങ്ങളെ ചേർക്കുക. അമ്മകൾ, അമ്മാത്ത്, അതായത് പിതൃ സഹോദരന്മാർ, പിതൃ സഹോദരിമാർ, പിതാവിൻ്റെ സഹോദരന്മാർ, സഹോദരിമാർ, അഖ്വാൽ, ഖാലാത്ത്, അതായത് മാതൃ സഹോദരന്മാർ, മാതൃ സഹോദരിമാർ, അമ്മാവന്മാർ, അമ്മായികളൊക്കെ, മറ്റുള്ള ബന്ധുക്കൾ, സഹോദരികൾ, സഹോദരന്മാർ, സഹോദരന്മാരുടെ പുത്രന്മാർ, സഹോദരിമാരുടെ പുത്രിമാർ, അങ്ങനെയുള്ള ബന്ധങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ, അത് ആ ബന്ധങ്ങളെ ചേർക്കുക എന്നതും അവരോടുള്ള ബിർറാണ് മരണത്തിന് ശേഷം. അതല്ലാതെ അവർ മരിച്ചു കഴിഞ്ഞ ശേഷം 3 കഴിക്കുക, 7 കഴിക്കുക, 14 കഴിക്കുക, 40 കഴിക്കുക, ആണ്ടിലൊരു ദിവസം പിന്നെ മൗലിദ് കഴിക്കുക അവരുടെ പേരിൽ, എന്നിട്ട് മരിച്ചുപോയവരുടെ പലരുടെയും പേര് പറഞ്ഞിട്ട് അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് തേടുക, ഇങ്ങനെയുള്ള ബിദ്അത്തുകളൊക്കെ ചെയ്യുക എന്നതല്ല മാതാപിതാക്കൾക്ക് ഉള്ള ബിർറ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നേരിട്ടാണ് പ്രാർത്ഥിക്കുക. അല്ലാതെ മരണപ്പെട്ടു പോയ ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് എൻ്റെ ഉമ്മാനൊക്കെ അവരുടെ മിശാലാക്കണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു എൻ്റെ മഹദായ ഫദ്ല് കൊണ്ട്, എൻ്റെ ഔദാര്യം കൊണ്ട് എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ ഖബറിനെ മിശാലാക്കണേ, അവർക്ക് മഗ്ഫിറത്ത് നൽകണേ, അവർക്ക് പുറത്തു കൊടുക്കണേ, അവർക്ക് എനിക്ക് നീ പുറത്തു തരണേ, അവരെയും എന്നെയും നമ്മൾ ബന്ധപ്പെട്ടവരെയൊക്കെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം, ഖുർആൻ പാരായണത്തിന് ശേഷം, അള്ളാഹുവേ ഞാൻ നിന്റെ കലാമിനെ ഓതിയിരിക്കുന്നു, നിനക്ക് വേണ്ടി നിസ്കരിച്ചിരിക്കുന്നു, അതിനുശേഷം ഞാനിതാ എന്നോട് ദുആ ചെയ്യുന്നു. രാത്രി തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ അനന്തരം അല്ലെങ്കിൽ നിസ്കാരത്തിൽ സുജൂദിൽ
അതേപോലെ സലാം വിടുന്നതിന് മുമ്പായിട്ട് ഒക്കെ ഉള്ള പ്രാർത്ഥനകളിൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ഓതി ശേഷം, അള്ളാഹുവെ ഞാൻ എൻ്റെ കലാമിൽ നിന്ന് ഓതിയിരിക്കുന്നു, ഈ സൽക്കർമ്മം മുൻനിർത്തി ഇത് തവസ്സുലാക്കി ഞാൻ എന്നോട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം. അതല്ലാതെ ബിദ്അത്തായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാം. ഓക്കെ, ജസാക്കുമുല്ലാഹി ഖൈറൻ, സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.